നമസ്കാരം. കണ്ണൂർ പോലെ ആലപ്പുഴ പോലെ തന്നെ തിരുവനന്തപുരവും CPMന് വലിയ തലവേദനയാകുന്നു. തിരുവനന്തപുരത്ത് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്ത് മേയറുടെ ചില പെരുമാറ്റങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ചില നേതാക്കളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തു തുടങ്ങിയ വിലയിരുത്തലൊക്കെ തന്നെ വിവിധ യോഗങ്ങളിൽ CPMന് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാറിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ തന്നെ കടകംപള്ളിയുമായി അത്ര സുഖത്തിലല്ല മുഖ്യമന്ത്രി എന്നും കേട്ടിട്ടുണ്ട്. മരുമകനുമായി കടകംപള്ളി എന്തൊക്കെയോ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടതും മുഖ്യമന്ത്രിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തിരുവനന്തപുരത്തെ CPM VS അച്യുതാനന്ദൻ്റെ പിടിയിലായിരുന്ന കാലം അവിടെ നിന്ന് തിരുവനന്തപുരത്തെ പിണറായിക്ക് അനുകൂലമാക്കിയ നേതാവാണ് സത്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ. VS പക്ഷത്തെ കരുത്തനായ പിരപ്പൻകോട് മുരളിയെ CPM ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച കടകംപള്ളിയാണ് പിണറായിയെ CPMലെ പ്രധാന മുഖമാക്കിയത്. തിരുവനന്തപുരത്തെ പാർട്ടി തോൽവിയോടെയാണ് VS പരസ്യമായ തിരുത്തൽ പോരാട്ടം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ പിണറായി ശാസിച്ചത് CPMന് പുതിയൊരു അനുഭവമാവുകയാണ്. നിയമസഭയിൽ ടൂറിസം വനം വകുപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച CPMലെ കടകംപള്ളി സുരേന്ദ്രനെയും CPIയിലെ വാഴൂർ സോമനെയും LDF പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് വലിയ ചർച്ചയായിരിക്കുന്നു. ഇതിനായി മാത്രം യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയുടെ നടപടി അസാധാരണമായി. CPI MLA ശാസിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ CPI അതൃപ്തിയിലുമാണ്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM നേതൃത്വത്തെ അറിയിക്കും. SFIയുടെ അക്രമ രാഷ്ട്രീയവും CPIയെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനിടെയാണ് SFIക്കാരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തെറ്റു ചൂണ്ടിക്കാട്ടിയ വാഴൂർ സോമനെ വിമർശിച്ചത്. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നീണ്ടുപോകുന്നതിൽ ടൂറിസം വകുപ്പിൻ്റെ അലംഭാവം കടകംപള്ളി ആരോപിച്ചതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വനാതിർത്തിയിൽ ഉള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വാഴൂർ സോമൻ തുറന്നടിച്ചതുമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടപ്പോൾ വാഴൂർ സോമൻ ലക്ഷ്യം വെച്ചത് NCPയുടെ മന്ത്രി AK ശശീന്ദ്രനെയായിരുന്നു. കടകംപള്ളിയെ മാത്രം വിമർശിച്ചാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും ഇട നൽകും. അതുകൊണ്ടാണ് വാഴൂർ സോമനെ കൂടി വിമർശിച്ചത് എന്ന വിലയിരുത്തലും ശക്തം. ഈ രണ്ട് പ്രസംഗങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ് ഇതെന്ന് CPI നിയമസഭാ കക്ഷി നേതാവ് E ചന്ദ്രശേഖരൻ അറിയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ വായിച്ചു. പരിണതപ്രജ്ഞരായ രണ്ട് അംഗങ്ങളിൽ നിന്ന് ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അസാധാരണ സംഭവമായിരുന്നു. ബിനോയ് വിശ്വത്തെ വാഴൂർ സോമൻ തൻ്റെ പരാതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കടകംപള്ളിക്ക് പരാതി പറയാൻ ഇടം പോലുമില്ല. CPMൽ പിണറായി വിരുദ്ധ ചേരിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വെട്ടിനിരത്തും എന്ന സന്ദേശമാണ് കടകംപള്ളിക്കുള്ള വിമർശനത്തിൽ ഉള്ളത്. പാർട്ടിയിൽ അസാധാരണ വഴിയിലൂടെ നീങ്ങി ആധിപത്യം നിലനിർത്താനാണ് പിണറായിയുടെ നീക്കം. വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരോട് നേരിട്ട് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ നിയമസഭയിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശരിയായ നടപടിയല്ല. സഭയിലെ പ്രസംഗങ്ങളിൽ ആ ജാഗ്രത പാലിച്ചേ തീരൂ. ഈ രണ്ടുപേർ പ്രസംഗിച്ചത് കാണുമ്പോൾ എന്തുകൊണ്ട് തങ്ങൾക്കുമായിക്കൂടാ എന്ന് മറ്റുള്ളവർക്കും തോന്നാം. അതുകൊണ്ടുകൂടിയാണ് ഈ യോഗം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മന്ത്രിയാകും മുമ്പ് KB ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ ആരോഗ്യവകുപ്പിനെയും മറ്റും കടന്നാക്രമിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും മുഖ്യമന്ത്രി ഇടപെട്ടില്ല. റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗമെന്നതും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതിപക്ഷം കൂടുതൽ ആവേശത്തിലായ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഓരോ MLAയും പുലർത്തണമെന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി നിഷ്കർഷിച്ചു. കടകംപള്ളി യോഗത്തിന് ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയം. മറ്റാരും പ്രസംഗിച്ചതുമില്ല. വിമർശിക്കാനാണ് യോഗമെന്ന തിരിച്ചറിവിൽ കടകംപള്ളി മാറി നിന്നു എന്നാണ് സൂചന. തിരുവനന്തപുരത്തെ ജില്ലാ നേതൃയോഗത്തിലും മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നിലുള്ളവരെ നിരീക്ഷിക്കാനും CPM പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് കടകംപള്ളിയെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി വിമർശിച്ചത്.